വന്ന് വന്ന് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കോമഡി പീസ് ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് നമ്മുടെ സുരേഷ് ഗോപിയാണ്. സ്വയം ഒരു നന്മമരമായി ചമയാൻ നോക്കി സ്വയം എയറിൽ കയറുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും സിനിമയിൽ അഭിനയിക്കുകയാണ് എന്ന ബോധത്തിലാണ് അദ്ദേഹം ഇപ്പോഴും ജീവിതത്തിൽ പെരുമാറുന്നത്. അതുകൊണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന പേരിൽ മെലോ ഡ്രാമകൾ കൊണ്ട് നിറഞ്ഞ ഓരോ പരിപാടികൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യമൊക്കെ ജനങ്ങൾക്ക് മുൻപിൽ ദർശനം എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ട സുരേഷ് ഗോപി ഇലക്ഷനിൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ സ്വഭാവം പാടെ മാറി. ഇപ്പോ പുള്ളിക്ക് തന്റെ ദർശന പുണ്യം നേടാനെത്തുന്ന ഭക്തജനങ്ങളോട് ചതുർത്ഥിയാണ്. അത് വല്ലാണ്ടങ്ങ് വർദ്ധിച്ചപ്പോഴാണ് ഇത് പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന സുരേഷ് ഗോപി തമ്പുരാന് ബോധോദയമുണ്ടായത്. അപ്പോൾ പുള്ളി തന്റെ PR ടീമിനോട് ഇക്കാര്യം ഒന്ന് ചർച്ച ചെയ്തു. അപ്പോഴാണ് കൂട്ടത്തിലെ ഏതോ ഒരു PR ജോലിക്കാരൻ പുള്ളിക്ക് കലിങ്ക് ചർച്ച് എന്ന ഒരു യമണ്ടൻ ഐഡിയ പറഞ്ഞു കൊടുക്കുന്നത്. അതോടെ അതിലായി പുള്ളിയുടെ ശ്രദ്ധ. അതിനായി സെറ്റിട്ട് ആളെയും സംഘടിപ്പിച്ചു. അങ്ങനെ കലിങ്ക് സംവാദം എന്ന പേരിൽ പുള്ളിയുടെ പരിപാടിയും ആരംഭിച്ചു. എന്നാൽ അതും വട്ടത്തിലും നീളത്തിലും ചതുർഭുജത്തിലും തേയുകയാണ്. കാരണം ഈ 2025-ലും കലിങ്ക് സംവാദത്തിൽ എന്ന പേരിൽ ഫ്യൂഡൽ കാലഘട്ടത്തിൽ ദർബാറുകളെ അനുസ്മരിപ്പിക്കുന്ന യോഗങ്ങൾ സംഘടിപ്പിച്ച പാവപ്പെട്ടവരെ പരിഹസിക്കുകയും പരദൂഷണം നടത്തുകയും ചെയ്യുകയാണ് നമ്മുടെ നന്മവരം സുരേഷ് ഗോപി MP. ഇരിങ്ങാലക്കുടയിൽ സംഘടിപ്പിച്ച കലിങ്ക് പരിപാടിയിൽ തന്റെ പ്രശ്നം അവതരിപ്പിച്ച വയോധികയോട് അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങൾ ജനാധിപത്യ മര്യാദകൾക്ക് നിരക്കുന്നതല്ല. താൻ ഇവിടുത്തെ മന്ത്രിയല്ല, രാജ്യത്തെ മന്ത്രിയാണ് എന്ന് പറയുമ്പോൾ താൻ MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് എവിടെ നിന്നാണെന്ന് വിസ്മരിച്ചു പോകുന്നു. തൃശ്ശൂരിലെ ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ച് MP-യും മന്ത്രിയുമായ ഒരാൾക്ക് അവരുടെ ഏത് നിവേദനവും ഏറ്റുവാങ്ങാനും അനുഭാവപൂർവം പരിഗണിക്കാനും ചുമതലയുണ്ട്. തനിക്ക് വോട്ട് ചെയ്തവരുടെ മാത്രമല്ല, വോട്ട് ചെയ്യാത്തവരുടെയും MP-യാണ് ഇപ്പോൾ അദ്ദേഹം. അവർ എല്ലാവരുടെയും പരാതികളും അഭ്യർത്ഥനകളും ഒരുപോലെ കേൾക്കാൻ ജനാധിപത്യപരമായ ബാധ്യതയുണ്ട് ഒരു MP-ക്ക്. ജീവിത പ്രശ്നങ്ങളുമായി മുന്നിലെത്തുന്നവർ തന്റെ അടിയാളന്മാരാണെന്ന തോന്നലാണ് സുരേഷ് ഗോപിയെ നയിക്കുന്നത്. ജീവിതത്തിലാണോ സിനിമയിലാണോ താനെന്ന വിഭ്രമത്തിലാണ് അദ്ദേഹം എന്ന് തോന്നും വിധമാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണങ്ങൾ. തിരക്കഥാകൃത്തുക്കൾ സമ്മാനിച്ച ഫ്യൂഡൽ മാടമ്പി വേഷക്കാരനായി സിനിമയിലില്ലാത്തപ്പോഴും തെരുവിലിറങ്ങി നടക്കുന്നത് ജനങ്ങളുടെ ക്ഷമ പരീക്ഷിച്ചുകൊണ്ടാവരുത്. സിനിമകളിൽ ആരാധകരെ ത്രസിപ്പിച്ച താരം ഡയലോഗുകളുമായി തന്നെ സമീപിക്കുന്ന സാധാരണക്കാരുടെ നെഞ്ചത്ത് കയറുന്ന രീതി തുടർച്ചയായി അദ്ദേഹത്തിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇതോടെ സുരേഷ് ഗോപിയുടെ കോമഡികളെ മുതലെടുക്കാൻ മറ്റു പാർട്ടിക്കാരും തീരുമാനിച്ചത്. അതുകൊണ്ടാണ് സുരേഷ് ഗോപി പരിഹസിച്ച ആനന്ദവല്ലിക്ക് കരുവന്നൂർ ബാങ്ക് 10,000 മടക്കി നൽകിയത്. CPM പ്രവർത്തകരാണ് ആനന്ദവല്ലിയെ വിളിച്ചു കൊണ്ടുപോയി 10,000 രൂപ വാങ്ങി നൽകിയത്. 1.75 ലക്ഷം രൂപയാണ് ആനന്ദവല്ലിക്ക് കരുവന്നൂർ ബാങ്ക് നൽകാനുണ്ടായിരുന്നത്. ഇരിങ്ങാലക്കുടയിൽ നടന്ന സുരേഷ് ഗോപിയുടെ കലിങ്ക് സംവാദ പരിപാടിക്കിടെയാണ് കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപം തിരികെ കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് ആനന്ദവല്ലി ചോദ്യം ഉന്നയിച്ചത്. കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപം തിരികെ ലഭിക്കാൻ സഹായിക്കുമോ എന്നായിരുന്നു ആനന്ദവല്ലിയുടെ ചോദ്യം. അതിന് മുഖ്യമന്ത്രിയെ സമീപിക്കാനായിരുന്നു സുരേഷ് ഗോപിയുടെ ആദ്യ മറുപടി. എന്നാൽ മുഖ്യമന്ത്രിയെ തേടി തനിക്ക് പോകാൻ കഴിയില്ലെന്ന് വയോധിക പറഞ്ഞതോടെ എന്നാൽ പിന്നെ എന്റെ നെഞ്ചത്തോട്ട് കയറിക്കോ എന്ന് സുരേഷ് ഗോപി പരിഹാസത്തോടെ പ്രതികരിച്ചു. തുടർന്ന് ഞങ്ങളുടെ മന്ത്രിയല്ലേ നിങ്ങൾ എന്ന് വയോധിക ചോദിച്ചപ്പോൾ അല്ല, ഞാൻ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണ് എന്നായിരുന്നു ആ അൽപ്പന്റെ മറുപടി. നിങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട് ED പിടിച്ചെടുത്ത പണം സ്വീകരിക്കാൻ പറയൂ, എന്നിട്ട് നിങ്ങൾക്ക് വീതിച്ചു തരാൻ പറയൂ എന്നും അദ്ദേഹം പറഞ്ഞു. ഈ സാഹചര്യത്തിലാണ് CPM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആനന്ദവല്ലിക്ക് 10,000 രൂപ തിരികെ നൽകിയത്. ഇതുപോലെ മറ്റൊരു സംഭവമായിരുന്നു വീടിനായി വന്ന കൊച്ചുവേലായുധനെ ആട്ടിവിട്ട സംഭവം. സുരേഷ് ഗോപിയെ കാണാൻ എത്തിയ കൊച്ചുവേലായുധനോട് നിങ്ങളുടെ പഞ്ചായത്തല്ല എന്നായിരുന്നു മറുപടി.
ഇതോടെ വേലായുധന് വീട് നിർമ്മിച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് CPM-ഉം രംഗത്ത് വന്നു. ഇതിൽ വിളറി പിടിച്ച സുരേഷ് ഗോപി പിന്നെ കാട്ടിക്കുട്ടിയതൊക്കെയാണ് ബഹുരസം. ഇതോടെ സിനിമാ സ്റ്റൈലിലുള്ള വെല്ലുവിളിയുമായി സുരേഷ് ഗോപി രംഗത്ത് വന്നു. കൊച്ചു വേലായുധന് വീട് നിർമ്മിച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ച CPM കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപകർക്ക് പണം മടക്കി കൊടുക്കണമെന്നും അതിനായി കരുവന്നൂരിൽ ഒരു കൗണ്ടർ തുടങ്ങട്ടെ എന്നും സുരേഷ് ഗോപി വെല്ലുവിളിച്ചു. കരുവന്നൂർ കേസിലും സമാനമായ വെല്ലുവിളി സുരേഷ് ഗോപി നടത്തി. CPM പാർട്ടി സെക്രട്ടറിമാർ ഇറങ്ങി കരുവന്നൂരിൽ കൗണ്ടർ തുടങ്ങണം. CPM തൃശൂർ ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഖാദറിനെ പോലുള്ളവർ കരുവന്നൂരിലെ നിക്ഷേപകരെ കാണുന്നില്ലെന്നും കരുവന്നൂരിലെ കാശ് മര്യാദയ്ക്ക് തിരിച്ചു കൊടുക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കരുവന്നൂരിൽ ED പിടിച്ച സ്വത്തുക്കൾ നിക്ഷേപകർക്ക് മടക്കി നൽകാൻ തയ്യാറാണ്. ആ പണം സ്വീകരിക്കാൻ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പറയണമെന്നുമായിരുന്നു കരുവന്നൂർ വിഷയം ഉന്നയിച്ച വയോധികയ്ക്ക് സുരേഷ് ഗോപി നൽകിയ മറുപടി. എന്നാൽ കേരളത്തിലെ ജനങ്ങളും ട്രോളന്മാരും മാധ്യമങ്ങളും സംഭവം കത്തിച്ചതോടെ മൂട്ടിൽ തീ പിടിച്ച സുരേഷ് ഗോപി വിശദീകരണവുമായി രംഗത്ത് വന്നു. നിവേദനം നിരസിച്ചതിൽ സംഭവിച്ചത് കൈപ്പിഴയെന്നാണ് സുരേഷ് ഗോപി പരസ്യമായി പ്രതികരിച്ചത്. കലിംഗ് ചർച്ചയുടെ പൊലിമ കെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മനഃപൂർവ്വം കരുതിക്കൂട്ടി കലിംഗ് സംവാദ വേദിയിലേക്ക് ആളുകളെ എത്തിക്കുകയാണെന്നും കൈപ്പിഴകൾ ഉയർത്തിക്കാട്ടി കലിംഗ് സൗഹൃദ സംവാദത്തിന്റെ തീപ്പന്തം കെടുത്താനാണ് ശ്രമം, അത് നടക്കില്ലെന്നും സുരേഷ് ഗോപി വെല്ലുവിളിക്കുന്നു. കൊച്ചു വേലായുധന്മാരെ ഇനിയും കാണിച്ചു തരാം, വേലായുധൻ ചേട്ടന്മാരെ ഇനിയും അങ്ങോട്ട് അയക്കാം, പാർട്ടിയെ കൊണ്ട് നടപടിയെടുപ്പിക്കും, വീടില്ലാത്തവരുടെ പട്ടിക പുറത്തുവിടുമെന്നും സുരേഷ് ഗോപി കലിംഗ് സൗഹൃദ സംവാദത്തിനിടെ പ്രതികരിച്ചു. അതായത് ഇപ്പോഴത്തെ നിലയിൽ കലിംഗ് സംവാദം എന്ന പരിപാടി പാളി. അതിന് കാരണം തന്റെ തന്നെ ഉള്ളിലുള്ള വ്രണമാണെന്ന് സുരേഷ് ഗോപി തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും. അല്ലാതെ സ്വന്തം മനസ്സിലെ ചീഞ്ഞ ദുർഗന്ധത്തിന്റെ ഉത്തരവാദിത്തം സുരേഷ് ഗോപി മറ്റുള്ളവരുടെ പിടലിക്ക് വെച്ച് രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത്. പറ്റിപ്പോയ അബദ്ധത്തിൽ കിടന്ന് മെഴുകാതെ ഇനി അടുത്ത പരിപാടി നോക്ക് എന്നാണ് സുരേഷ് ഗോപിയോട് പറയാനുള്ളത്.